എവിടെ? ഓഹോ, ഉറങ്ങിയാ? അതാ ഇനി അച്ഛനമ്മ വന്നിട്ട് പോയതിന്റെ വിഷമത്തിന് ബോധം കിട്ടി വീണാ? നെയ്യാറ്റിങ്കര വീട്ടിൽ നിന്ന് എന്നെ തലേണ മന്ത്രം പറഞ്ഞ് മയക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സുഖിക്കുകയാണ്. കിട്ടിയാനെ നെയ്യാറ്റിങ്കര വീട്ടിൽ നിന്നിരുന്നെങ്കിലേ നിങ്ങളെ സ്വഭാവം കണ്ട് നിങ്ങളുടെ അച്ഛൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേനെ, കൂട്ടത്തിൽ എന്നെ. ആരാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത് എനിക്കറിയാം. നിന്റെ അമ്മ. എടി മക്കള്, മരുമക്കള്, ചെറുമക്കള് ആരെങ്കിലും ഒരാൾ നിന്റെ തറവാട്ടിലുണ്ടാടി? ഉണ്ടാ? എല്ലാത്തിനും അടിച്ചിറങ്ങിയില്ലേ? പറയട്ടെ, മൊത്തം പറയട്ടെ. എന്നിട്ട് തമ്പുരാട്ടി കൂടെ സൂഹിക്കാണ്. നിനക്ക് എന്റെ വായന എന്തെങ്കിലും കേട്ടാലേ സമാധാനം കിട്ടുള്ളൂ അല്ലേ? മിണ്ടായിരിയമ്മ. അച്ഛന്റെ സങ്കടത്തിൽ പറയണല്ലേ. ഇവിടെ ആരാണ് തുടങ്ങി വെച്ചത്? ഇത് ഞാനാണ് തുടങ്ങി വെച്ചത്. എന്റെ അമ്മ ഒന്ന് നിർത്തമ്മ. 2 ദിവസം ഇവിടെ സന്തോഷം സമാധാനം ഉണ്ടായിരുന്നു. 3ാമത്തെ കലാപരിപാടി വീണ്ടും തുടങ്ങി ഇവിടെ. ലച്ചു, വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ വന്നിട്ട് പോകുമ്പോ ആർക്കാണെങ്കിലും ഉണ്ടാവും ഒരു വിഷമം. അത് പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കണോ? വേണോന്ന്? അവരിവിടെ വന്ന് സന്തോഷത്തോടെ തിരിച്ചുപോയി, അത്രയല്ലേ ഉള്ളൂ. അവര് പോണെന്ന് പറഞ്ഞപ്പോഴേ ആരെങ്കിലും പറഞ്ഞാടി 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്? പിള്ളേര് പറഞ്ഞ അപ്പൂപ്പ അമ്മൂമ്മ 2 ദിവസം എവിടെ? ഏത് പിള്ളേര്? ഇനി ഞങ്ങളെ മണ്ടയ്ക്കോട്ട് കയറ്. എന്റെ അച്ഛൻ ഞങ്ങൾ പറഞ്ഞാൽ അപ്പൂപ്പം കേൾക്കൂല. അച്ഛനറിയാല്ല, അപ്പൂപ്പ ഒരു തവണ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്തിട്ടേ അടങ്ങും. അവരെ കയ്യിൽ ഒരു 10 രൂപ വെച്ചു കൊടുക്കണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എവിടെ സമയം? അപ്പം കയ്യിൽ പൈസ ഇല്ല. അതങ്ങനെ കിട്ടണൊക്കെ പിടിച്ച് വാങ്ങിക്കല്ലേ? അതെ, പിടിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ മടി വെച്ച് പൂത്തി വെച്ചേക്കുക. എനിക്ക് ആരോടൊന്നും പറയാനില്ല. ഞാനേ പരമ ദുഷ്ടയല്ലേ. ദുഷ്ടയെ ഞാൻ ഇനി കാണിച്ചു തരാം. എല്ലാം ചെയ്യാൻ വേണം. നിങ്ങളെയൊക്കെ വാരിക്കണേ, ഞാൻ മൊത്തം കേൾക്കാൻ വേണം. അമ്മ ഇനിയിപ്പോ അടുക്കളയിലോട്ട് കേറുന്നില്ലല്ലോ. അവളുടെ പ്രശ്നം അതാണ്. അല്ല, ഇനിയിപ്പോ ഉള്ള ദേഷ്യം മൊത്തം അമ്മ അടുക്കളയിൽ വെച്ച് എന്നെ മെക്കിട്ട് കയറുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതെ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ കുഴിപ്പുള്ളത്തോട്ട് പോയിക്കോ. എന്ത് കാര്യത്തിന്? എന്റെ കയ്യിലുള്ള പൈസ ഞാൻ ഇവിടെ തന്നിട്ട് ഞാൻ എന്തിനാണ് കുഴിപ്പുറത്ത് പോയി നിൽക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, അമ്മ എന്നെ കുഴിപ്പുറത്തോണ്ടാക്കുക. ഞാൻ എന്തിനാ നിന്നെ കുഴിപ്പുള്ളത്തോണ്ടാക്കണേ? ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും കൊണ്ടാക്കുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോക്കോളാം, ഇല്ലെങ്കിൽ ഇല്ല. ഓട്ടോയിലൊന്നും പോകാൻ പറ്റൂല, കാറിൽ തന്നെ വേണം. ലച്ചു പൈസ തന്ന ഉത്തരവാദിത്തപ്പെട്ട ഞാൻ കാറ് പിടിച്ച് കുഴിപ്പള്ളത്തുണ്ടാക്കാം. വേറെ കൊണ്ടല്ല, നിന്റെ ഈ അലപ്പ് കേട്ടിട്ടല്ല, തല പൊട്ടണം. പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് അച്ഛൻ, എന്നിട്ട് പണി മൊത്തം ഞങ്ങൾക്കും അല്ലേ? എല്ലാം വേണ്ടിയിരുന്ന് മൂക്കിലിരുന്ന് വലിക്കാണ്. അവിടെ മുഖം വെച്ചിട്ടിരുന്നോ? ഇങ്ങോട്ട് നോക്കിയേ പാലു, ഞാൻ ദുഷ്ടല്ലേ. ഞാൻ ഒരു സാധനം ഈ വീട്ടിലുണ്ടാക്കാൻ പോകില്ല. ആരൊന്നും കഴിക്കാൻ വേണ്ട ഇവിടെ. എല്ലാം കൊണ്ടും തൃപ്തിയായപ്പോ നീ ഒന്നും ഉണ്ടാക്കാൻ വേണ്ട, എനിക്കൊന്ന് കഴിക്കാനും വേണ്ട. നീ തുടങ്ങണ്ട, എന്നെ കണ്ടുപോകുന്ന പാടി. ഒരു ദിവസം പോണ പോക്കേ എത്ര വൈത്തിരിവുകളാണ്. എല്ലാം പോയാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കഴിക്കാൻ നിനക്ക് നൂഡിൽസും ചായയും കാണും. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു, ഞാൻ ലച്ചേച്ചി നൂഡിൽസ്. ചോറുണ്ടാക്കിട്ട് വേണ്ടി കഴിക്കാൻ. അച്ഛനും അമ്മയും ഭയങ്കര അടിയുണ്ട്, ചോറൊന്നും ഉണ്ടാക്കിയില്ല. അടിപൊളി. രണ്ടുപേരും ഒന്നും കഴിക്കാതെ 2 മൂലയ്ക്ക് ഇരിപ്പുണ്ട്. ഭയങ്കര പ്രശ്നമാണെന്ന് ചോദിച്ചാ അപ്പൂപ്പനും അമ്മൂമ്മയും വന്നിട്ട് പോയില്ലേ, അപ്പൊ അതിന്റെ പേരും പറഞ്ഞോണ്ട് അച്ഛന് ഭയങ്കര സങ്കടം. പിന്നെ എനിക്ക് സങ്കടം ഇല്ലായിരിക്കും? എനിക്ക് സങ്കടമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേച്ചി ചേച്ചി എന്തായി? അന്തരീക്ഷം കലുഷിതം തന്നെ, കാർമേഘം ഒഴിഞ്ഞു പോയിട്ടില്ല. അടിപൊളി. അത് വരുന്ന വഴി അറിഞ്ഞായിരുന്നല്ലോ, പിന്നെ എന്താ മോളെ ചോദിക്കണേ? ചോദിച്ചതാ. ഏത്തപ്പഴിപ്പുണ്ട് അടുക്കളയില്, അത് അരിഞ്ഞ് പഞ്ചസാര ഇട്ടാൻ കൊടുക്കും. ഓക്കെ. അയ്യോ, എനിക്കൊന്നും വേണ്ട ഏത്തപ്പഴം. ഏത്തപ്പഴം കഴിക്കണ നല്ലതാ. വേണ്ടമ്മ. കൊച്ചു ഒന്നാമത് എന്റെ സ്വഭാവം മാറിയിരിക്കുക. പറയണ കേട്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങോട്ടാ. ചേച്ചി, അമ്മ ഞാൻ എല്ലാം കഴിക്കാൻ എടുക്കും. മക്കളെ അച്ചായി അവിടെ പോണ്? ഞാൻ മറ്റന്നാ വരാം. ഇപ്പൊ തിരിച്ചു കഴിഞ്ഞാൽ രാത്രി 10 മണിയാകുമ്പോൾ എത്തും. മറ്റന്നാ രാവിലെ അവിടെ തിരിച്ചു കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തും. എനിക്ക് സൈറ്റിലും പോവാം. അച്ഛനെ എവിടെ പോണ കാര്യം പറയണേ? നെയ്യാറ്റിങ്കര പോണു. നെയ്യാറ്റിങ്കര പോണോ? അച്ഛാ, എടാ നെയ്യാറ്റിങ്കര അടുത്ത് പോകണമെന്നില്ലേ, 5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അവിടെ ചെല്ലണം. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കഴിക്കണം. ഒരു നേരത്തെ ആഹാരം കഴിക്കാനാണോ അച്ഛൻ നെയ്യാറ്റിങ്കര വരെ പോകുന്നത്? അച്ഛോ, ഇതൊരു പിണങ്ങി പോക്കൊന്നും അല്ലല്ലോ അല്ലേ? എന്ന് പറയാൻ പറ്റില്ല. ഇനി മാസത്തിൽ 2 പ്രാവശ്യം പോയേ പറ്റൂ. വീട്ടുകാരെ കണ്ടേ പറ്റൂ. താങ്ങാൻ പറ്റാത്ത വിഷമം. ഇങ്ങനെ പൈസ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അയച്ചു തരും. എനിക്ക് അമ്മയ്ക്ക് കൊടുക്കണം, കുറച്ച് പൈസ കൊടുക്കണം. എനിക്ക് വിഷമം. ഞാൻ വന്നോ, പക്ഷെ കരയരുത്. കരഞ്ഞില്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോവാ. അച്ചായി
എന്നാ പിന്നെ ഞാനിവിടെ വരട്ടാ? 2 ദിവസത്തെ കേസല്ലേ ഉണ്ട്. നീ വാടേ. എന്നാ പിന്നെ ഞാനും വരുന്നു. ഫുൾ ചെലവ് ഞാൻ നോക്കിക്കോളാം. അച്ഛന്റെ ചെലവ് താങ്ങാൻ പറ്റില്ല. അയ്യോ ഞാൻ പിന്നെ ആദ്യമായിട്ടാണല്ലോ അച്ഛൻ്റെ കൂടെ വരുന്നത്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ നോക്കിക്കോളാം. പിന്നെ വാ. എനിക്കും താങ്ങാൻ പറ്റാത്ത വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ കൊണ്ടുപോകാൻ ആരും ഇല്ല. അതാ അമ്മയും മാമയൊന്നും ഞങ്ങളുടെ കൂടെ. വിളിക്കേണ്ടവര് വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാ ഞാൻ വരും. 2 ദിവസത്തെ കേസല്ലേ, അതൊക്കെ അവധി എടുക്കും. അച്ഛാ വിളിക്കച്ചാ. അച്ഛാ വിളിക്കേണ്ട രീതി വിളിയച്ചാ. നീ വരണി വാരി കൂട്ടമ്പളെ നമ്മളെ എന്താ ബോട്ടിൽ അങ്ങോട്ട്. പിന്നെ നിധിയിരിക്കല്ലേ ബൂട്ടി കെട്ടാൻ. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം. അവിടെ ചെന്നിട്ട് സ്വഭാവം മാറരുതും. ഒരാഴ്ച കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. പിന്നെ എന്റെ ജോലി പോയി കിട്ടും. അയ്യോ പഴയവരൊന്നുമല്ല, എനിക്ക് ഉത്തരവാദപ്പെട്ട ജോലിയാണ്. എനിക്കും അവിടെ കൂടുതൽ നിൽക്കാൻ പറ്റില്ല, എന്റെ ജോലിയും പോകും. എനിക്കൊരു സ്ഥാപനമുള്ളതാണ്. എനിക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഇവിടെ എങ്കിൽ ഇവിടെ, പടവലെങ്കിൽ പടവലം, നെയ്യാറ്റിങ്കര എങ്കിൽ നെയ്യാറ്റിങ്കര, കുഴിപ്പളെങ്കിൽ കുഴിപ്പളം. ആ നമ്മളെ കൂട്ടത്തിലെ ഏക അഭയാർത്ഥി ലച്ചുവാ. അച്ഛാടാ അച്ഛാ. ക്യാഷ് വരണേ. ഓക്കേ. എടാ അവിടെ ചെന്ന് അലമ്പൊന്നും കാണിക്കലേ. അതെന്നെ അച്ഛൻ്റെ അടുത്തും പറയാനുള്ളൂ, അലമൊന്നും കാണിക്കരുത്. അത് ശരി, അപ്പൊ അച്ഛൻ അലമ്പ് കാണിക്കണത്. പിന്നല്ലാതെ. എടേ ജിലുവേ, ആ വാഴച്ചനും ഉണ്ടായിരുന്നോണം. ഓ ആ കാര്യം ഞാൻ പറയാം. എന്റെ കയ്യിലുള്ള എഞ്ചിനീയർ അയച്ചു പൈസ മൊത്തം ഞാൻ അച്ഛന് കൊടുക്കട്ടെ, അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കട്ടെ. അയ്യോ 10, 20,000, 30,000 എത്രയായിരുന്നു ഞാൻ അച്ഛന് കൊടുക്കും. എത്ര ആയാലും കൊടുക്കും. ഞാനെന്ത് വേണം? ഞാൻ പറഞ്ഞത് ഇതിപ്പോ നെയ്യാറ്റിങ്ങനെ ഒരു അടി വിടും തോന്നുന്നല്ലേ. എന്താ അവിടെ